ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമേഴ്സ്യൽ ഡ്രൈവർ അതുല്യ KV എന്ന പാലക്കാട്ടുകാരി. അതുല്യ ഇപ്പോൾ ഓരോ മലയാളിക്കും അഭിമാനമാവുകയാണ്. കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിൾ ആയാലും ഗ്യാസ് പൈപ്പ് ആയാലും അതൊന്ന് പൊട്ടിയാൽ അതുല്യ ഇറങ്ങും കടലിന്റെ ആഴങ്ങളിൽ. കടലിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യാനുള്ള ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഏക വനിതയാണ് ഈ പാലക്കാട്ടുകാരി. സാധാരണ സ്കൂബ ഡൈവിംഗിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കനത്ത സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ധരിച്ച് കഠിനമായ സമ്മർദ്ദത്തെയൊക്കെ അതിജീവിച്ചാണ് ഇവർ കടലിനടിയിൽ ജോലി ചെയ്യുന്നത്. കടലിനടിയിലെ വലിയ ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈനുകളുടെയും ഇന്റർനെറ്റ് കേബിളുകളുടെയും ഒക്കെ അറ്റകുറ്റപ്പണി. ഏകദേശം 50 മീറ്ററോളം ആഴത്തിൽ 30 കിലോയോളം വരുന്ന ഭാരമുള്ള ഉപകരണങ്ങളുമായാണ് ഇവർ ഡൈവ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ ഇവരുടെ കരുത്ത് എത്രമാത്രമാണെന്ന്. അതുല്യയെക്കുറിച്ച് ഭാസ്കരൻ നായർ അച്ഛൻ, അദ്ദേഹം ഒരു മുൻ സൈനികനാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നമ്മൾ പലപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൽ വളരെ വ്യക്തമായി അതുല്യയോടുള്ള ആ ഒരു റെസ്പെക്ട്, അതുല്യ എന്ന ഇന്ത്യക്കാരിയെക്കുറിച്ച്, അതുല്യ എന്ന മലയാളിയെക്കുറിച്ച് ഓരോ നാട്ടുകാരും അഭിമാനിക്കേണ്ടതിന്റെ കാരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുകയാണ്. ഞാൻ ആ വാചകങ്ങൾ വായിക്കാം. വെറും പെണ്ണല്ല, ഒന്നൊന്നര മലയാളി പെണ്ണ്. ഉണ്ണിയാർച്ച, PT ഉഷ, ടെസി തോമസ്, ഉഷാ വർമ്മ, ഡോക്ടർ ഗീത തുടങ്ങിയ കഴിവുറ്റ മലയാളി വനിതമാരുടെ ശ്രേണിയിൽ ഒരാൾ കൂടി അതുല്യ. കടലിന്റെ ആഴമളക്കാൻ സോണാർ വേണം, പക്ഷെ ഒരു മലയാളി പെണ്ണിന്റെ ധൈര്യത്തിന്റെ ആഴമളക്കാൻ ഇതുവരെ ഒരു മെഷീനും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കുറിക്കുന്നു. നമ്മൾ വീട്ടിലിരുന്ന വൈഫൈയിൽ റീൽസ് കാണുമ്പോൾ, അടുക്കളയിൽ ഗ്യാസ് കൂട്ടി ചായ ഇടുമ്പോൾ, പെട്രോൾ അടിച്ച് വണ്ടി എടുക്കുമ്പോൾ ഒരു പെണ്ണ് സമുദ്രത്തിന്റെ ഇരുട്ടിൽ ശ്വാസം പിടിച്ച് പൈപ്പ് വെൽഡ് ചെയ്യുന്നുണ്ട്. പേര് അതുല്യ KV, സ്ഥലം പട്ടാമ്പി, പാലക്കാട്. ജോലി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമേഴ്സ്യൽ ഡൈവർ. സ്കൂബ ഡൈവിംഗ് വിനോദമാണെങ്കിൽ ഇവരുടെ പണി ജീവൻ പണയം വെച്ചുള്ള പോരാട്ടമാണ്. കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിൾ ആയാലും ഗ്യാസ് പൈപ്പ് ആയാലും അത് പൊട്ടിയാൽ അതുല്യ ഇറങ്ങും. താഴെ സ്റ്റോൺ ഫിഷും സ്റ്റിംഗ്റേയും അടിയൊഴുക്കും, മുകളിൽ നമ്മുടെ ജീവിതവും. ഇനി മറ്റൊന്ന് പറയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പിന്നിലെ കടൽ ഗുഹകൾ കണ്ടത് ഇവളാണ്. കുഞ്ഞാലിമരക്കാരന്റെ പീരങ്കിയുണ്ട തറച്ച ബോട്ടുകൾ കണ്ടതും ഇവളാണ്. രാജ്യത്തിന്റെ നാടിയും ചരിത്രത്തിന്റെ താളുകളും ഒരുപോലെ കാക്കുന്നവൾ. അവൾ പറയും, കടലിന്റെ അടിത്തട്ട് നമ്മുടേതല്ല, നമ്മൾ അവരുടെ അതിഥികളാണ്. വിക്കിപീഡിയയിൽ ഫോട്ടോ പോലും ഇല്ലാത്ത ഒരു ചരിത്രം, പക്ഷെ നമ്മൾ മലയാളികൾക്ക് അവൾ അഭിമാനമാണ്. ആണുങ്ങളുടെ ലോകം എന്ന് പറയുന്ന കടലിനെ ഒരു പെൺകുട്ടി അവളുടെ ധൈര്യം കൊണ്ട് അടക്കി ഭരിക്കുന്നു. അവളുടെ പേര് അതുല്യ. അവൾ ശരിക്കും അതുല്യാണ്. ശരിക്കും ആ പേരിനെ പോലും അദ്ദേഹം വിശകലനം ചെയ്തിരിക്കുകയാണ്. അതുല്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയാത്തവൾ, മറ്റൊന്നിനും തുല്യമാകാത്തവൾ. അതുകൊണ്ട് തന്നെ അതുല്യയുടെ ആ പേര്, അതുല്യയുടെ അച്ഛനും അമ്മയും ഒന്നും ഓർക്കാതെ അതുല്യ ജനിച്ച സമയത്ത് ഇട്ട പേരായിരിക്കാം. ആ പേര് പോലും അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് അതുല്യയുടെ ഇന്നത്തെ ജീവിതത്തിലെ നേട്ടങ്ങൾ. എന്തായാലും അതുല്യ എന്ന ആ പെൺസിംഹം എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകുമോ എന്ന് എനിക്കറിയില്ല. അതിനു മേലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുല്യ എന്ന ആ പെൺകരുത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആ പെൺകരുത്തിനെ, ആ പെൺധൈര്യത്തിനെ, ആ വനിതാരത്നത്തിനെ ഒക്കെ ഓർത്ത് നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. എന്തായാലും ഇത്തരത്തിൽ ഒരു പോസ്റ്റ് അതുല്യ എന്ന ഈ സ്ത്രീയെക്കുറിച്ച്, ഈ വനിതയെക്കുറിച്ച്, ഈ കരുത്താർന്ന പെണ്ണിനെ കുറിച്ച് എഴുതിയ ഭാസ്കരൻ നായർ അജയനും ഒരുപാട് അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.